നമസ്കാരം. ജയ്ഹൂൻ എന്ന തൂലികാനാമത്തിലൂടെ ശ്രദ്ധേയനായ ശ്രീ മുജീബാണ് ഇന്ന് നമ്മുടെ അതിഥിയിലെത്തിയിട്ടുള്ളത്. സ്വാഗതം. സ്വാഗതം ശ്രീ മുജീബ്. താങ്ക് യു. ജയ്ഹൂൻ എവിടെ നിന്നാണ് തുടക്കം? ജയ്ഹൂൻ ആസ് എ പേഴ്സൺ, ഒരു വ്യക്തി നിലയ്ക്ക് നാട്ടിൽ ജനിച്ചു. പിന്നെ ഷാർജയിലേക്ക് പലായനം ചെയ്തു. പഠനം ഉപരിപഠനം ഒക്കെ ഷാർജയിലായിരുന്നു. അതിനിടയിൽ വായനയും കുറച്ച് എഴുത്തും ശീലിക്കാൻ തുടങ്ങി. അങ്ങനെ റൂമിയും അതുപോലെ ഇക്ബാലൊക്കെ സ്വാധീനം അതിലൂടെ കടന്നു വന്നിരുന്നു. അങ്ങനെ വന്നതാണ് ജയ്ഹൂൻ എന്ന തൂലികാനാമം. ജയ്ഹൂൻ എന്ന പദം ഒരു പാഴ്സി, അത് പേർഷ്യൻ സാഹിത്യത്തിലും അതുപോലെ അറബി സാഹിത്യത്തിലൊക്കെ വളരെ അധികം അറിയപ്പെടുന്ന ഒരു നദിയുടെ പേരാണ്. ജയ്ഹൂനും സൈഹൂനും സ്വർഗത്തിലെ നദികളാണെന്നും അഭിപ്രായമുണ്ട്. ഇക്ബാൽ തൻ്റെ കവിതയെ ജയ്ഹൂൻ നദിയുടെ ആ ഒഴുക്കിനോടാണ് ഉപമിച്ചിരുന്നത്. അപ്പോൾ ചെറുപ്പകാലത്തിൽ കിട്ടിയ ഒരു ആവേശം അതായിരിക്കാം ഒരു പക്ഷേ ഇക്ബാലിൻ്റെ അല്ലെങ്കിൽ പേഴ്ഷ്യൻ സാഹിത്യത്തിൽ നേരത്തെ തന്നെ തൽപരനായിരുന്നു. അതെ, സൂഫി വിഷയങ്ങളിലും വ്യക്തികളിലും സൂഫിസമാണ് താങ്കളുടെ എഴുത്തിനെപ്പോഴും ഒരു വിഷയമായിട്ട് വരാറുള്ളത്. അങ്ങനെ പലപ്പോഴും നമ്മുടെ വായനക്കാരും ക്രിറ്റിക്സും പറയാറുണ്ട്. അത് ഞാൻ തള്ളിക്കളയുന്നില്ല, അത് യാഥാർത്ഥ്യമാണ്. കോളേജ് കാലത്തുണ്ടായ ഒരു ഇൻഫാച്യുവേഷൻ എന്ന് പറയാൻ വേണമെങ്കിൽ അത് എഴുത്തിൻ്റെ കൂടെ സഞ്ചരിച്ചു. മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്ക്, അല്ലെങ്കിൽ മലയാളത്തിൽ ചിന്തിച്ച് ഇംഗ്ലീഷിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാൾ, അങ്ങനെയും മുജീബിനെ കുറിച്ച് വേണമെങ്കിൽ പറയാം. എന്തുകൊണ്ടാണ് മലയാളത്തിലേക്ക് എഴുത്തിൻ്റെ മേഖല വ്യാപിപ്പിക്കാത്തത്? എൻ്റെ വിദ്യാഭ്യാസം CBSE സ്കൂളിലായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷയിലാണ് ഞാൻ പഠിച്ചതും എഴുതാറൊക്കെ. എക്സ്പ്രഷൻ ഇംഗ്ലീഷിലാണെങ്കിലും എൻ്റെ ചിന്ത മലയാളിയുടെ ഒരു കാഴ്ചപ്പാടാണ്, അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒരു ഏഷ്യൻ ഇൻഫ്ലുവൻസ് എല്ലാത്തിലും വരാറുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മുടെ മാതൃഭാഷയിലായിരിക്കും നമ്മളെപ്പോഴും ചിന്തകൾ ഉണ്ടാവുക. അത് വിനിമയ ഭാഷയിലേക്ക് നമ്മൾ പരിവർത്തിപ്പിക്കുമ്പോഴാണ് സൃഷ്ടികൾ രൂപപ്പെടുന്നത്. മുജീബിൻ്റെ വായനക്കാരാരാണ് കൂടുതൽ, അഥവാ മുജീബിനെ കേൾക്കുന്നതാരാണ്? എൻ്റെ അറിവിൽ എൻ്റെ വായനക്കാരെ ഞാൻ 2 വിഭാഗമായിട്ട് തിരിക്കാറുണ്ട്. ഒന്ന് പ്യുവർ യൂറോപ്യൻ അമേരിക്കൻ ഓഡിയൻസ്. അവരുടെ മാതൃഭാഷ ഇംഗ്ലീഷാണ്. അപ്പോൾ അവർ നമുക്ക് നല്ലൊരു സൈസബിൾ പ്രൊപ്പോർഷനായിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു CBSE ജനറേഷൻ വേണമെങ്കിൽ പറയാം, അവർ കാര്യങ്ങൾ ഇംഗ്ലീഷിൽ വായിക്കാനാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഇംഗ്ലീഷ് പാട്ടുകളും ഇംഗ്ലീഷ് മാസികകളും പത്രങ്ങളും. അപ്പോൾ എൻ്റേതായുള്ള ഒരു വിഷയങ്ങൾ, ചിന്തകൾ ഇംഗ്ലീഷ് ഭാഷയിൽ അവരും ആസ്വാദകരായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. യൂറോപ്യൻ അമേരിക്കൻ ഓഡിയൻസാണ് ആദ്യം ഉണ്ടായിരുന്നത്. അവരുമായിട്ട് നല്ലൊരു കണക്ഷൻ എനിക്ക് സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട്. വളരെ വൈകാരികമായുള്ള റെസ്പോൺസുകളൊക്കെ അവരിൽ നിന്ന് വന്നിട്ടുണ്ട്. അതൊക്കെ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് കൂടുതൽ എഴുതുവാനും. വായനക്കാരുമായി നേരിട്ട് സംവദിക്കാറുണ്ട്. അപ്പോൾ യൂറോപ്യൻ അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള വായനക്കാരുണ്ട് മുജീബിന്. അതുപോലെ മറ്റ് ഇന്ത്യക്ക് പുറത്തുള്ള അറബ്സ് അടക്കമുള്ളവർ മുജീബിൻ്റെ നല്ല ഓഡിയൻസ് ആണ്, അല്ലെങ്കിൽ നല്ല വായനക്കാരാണ്. ഇവരുമായി നേരിട്ട് സംവദിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ അത് വളരെ എളുപ്പമാക്കിയിട്ടുണ്ട്. അതിന് മുന്നേ തന്നെ ഇപ്പോൾ ഫേസ്ബുക്ക്, വാട്സാപ്പൊക്കെ വരുന്ന മുന്നേ തന്നെ നമ്മളെ ബ്ലോഗ് jayhoon.com എന്ന ബ്ലോഗിലൂടെ നമുക്ക് വളരെ ഹൃദ്യമായിട്ടുള്ള, വളരെ പാഷനായിട്ടുള്ള ഒരുപാട് റെസ്പോൺസുകൾ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് അമേരിക്കയിലുള്ള ഒരു വ്യക്തി, അദ്ദേഹം ഉംറയ്ക്ക് പോയപ്പോൾ തവാഫ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കവിതയെ ഓർത്തു എന്നൊക്കെ എനിക്ക് പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു എഴുത്തുകാരൻ നിലയ്ക്ക് എനിക്ക് വലിയൊരു അഭിമാനം തോന്നുന്നതാണ്. മറ്റ് വായനക്കാർക്കും പ്രചോദനമാണ്. ഷാർജയിലാണ് മുജീബിൻ്റെ ഇപ്പോഴത്തെ തട്ടകം, അല്ലേ? ഷാർജ നമുക്കറിയാം, ലോകപ്രശസ്തമായ ബുക്ക് ഫെയർ നടക്കുന്ന, ഇന്റർനാഷണൽ ബുക്ക് ഫെയർ ഒക്കെ നടക്കുന്ന സ്ഥലം. ഒരു പക്ഷേ എഴുത്തുകാരെ ഇത്രമേൽ പ്രോത്സാഹിപ്പിക്കുന്ന മറ്റൊരു അറബ് രാജ്യവും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു ട്രഡീഷണൽ ആയിട്ട് ചെയ്തു വരുന്നതാണത്. ഷാർജയിലെ ജീവിതം എഴുത്തിലേക്ക് കൂടുതൽ അടുപ്പിച്ചിട്ടുണ്ടോ? ഒരുപാട് അടുപ്പിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഷാർജയിലായിരുന്നില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ജയ്ഹൂൻ ആകുമായിരുന്നില്ല. ഷാർജയുടെ ഭരണാധികാരി ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് ഖാസിമി, അദ്ദേഹം വ്യക്തിപരമായിട്ട് എഴുത്തിനെയും എഴുത്തുകാരെയൊക്കെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം സ്വയം ഒരു എഴുത്തുകാരനാണ്.
അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ എഴുത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. കുടുംബജീവിതത്തെ പോലെ തന്നെ അദ്ദേഹം കൊണ്ടു നടക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തോടുള്ള സ്നേഹം. ഷാർജ എന്ന് പറയുന്നത് എഴുത്തുകാരുടെ ഒരു പറുദീസയാണ്. ബുക്ക് ഫെയർ മാത്രമല്ല, മറ്റു അനേകം സ്ഥാപനങ്ങൾ എഴുത്തുകാർക്ക് കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരുപാട് ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുമാത്രമല്ല, എൻ്റെ ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ നോവലായുള്ള കൂൾ ബ്രീസ് ഫ്രം ഹിന്ദ്, ആ ഒരു പുസ്തകത്തിൽ ഷാർജ വലിയൊരു പങ്ക് വഹിക്കുന്നത്. ഷാർജയെക്കുറിച്ചുള്ള ഒരുപാട് പരാമർശങ്ങളും ഷാർജയിൽ നിന്നുകൊണ്ടാണ് ആ ഒരു ഇന്ത്യൻ ചരിത്രത്തോടുള്ള ഒരു വീക്ഷണം അതിൽ അവതരിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും ഒരു നല്ലൊരു ചരിത്രാന്വേഷിയും ചരിത്രകാരനും കൂടിയാണ് ഷാർജ സുൽത്താൻ എന്ന് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളും ഒക്കെ, പുസ്തകങ്ങളും അല്ലെങ്കിൽ പ്രബന്ധങ്ങളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഷാർജയിൽ നിന്നാണ് എഴുത്തിൻ്റെ തുടക്കം അഥവാ? അതെ. പിന്നീട് ഷാർജ ഇംഗ്ലീഷിൽ തന്നെ ആയിരുന്നു തുടക്കം? ഇംഗ്ലീഷിൽ തന്നെയായിരുന്നു തുടക്കം. എൻ്റെ സ്കൂൾ കാലത്താണ് എഴുത്ത് തുടങ്ങിയത്. അതിനുശേഷം കോളേജിലും ജോലിക്ക് ശേഷവും ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നു. നാട്ടിലുള്ള ഓരോ വിസിറ്റും നമുക്ക് എഴുത്തിന് പ്രത്യേകം പ്രചോദനം തരാറുണ്ട്. എൻ്റെ പൈതൃകവും എൻ്റെ ഒരു ട്രഡീഷൻ എന്ന് പറയുന്നത് തീർച്ചയായും ഇന്ത്യനാണ്. ഭാരതീയമായുള്ള ചിന്തകളും മൂല്യങ്ങളാണ് ഞാൻ എഴുത്തിൽ കാണിക്കാറുള്ളത്. നമ്മുടെ സഹിഷ്ണുതയും അതുപോലുള്ള ഒരുപാട് വൈവിധ്യത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടൊക്കെ എഴുത്തിലൂടെ അവതരിപ്പിക്കാറ്. പേർഷ്യൻ ഭാഷയിലെ സാഹിത്യവുമായിട്ട് മുജീബ് അടുത്ത് ഇടപഴകുന്നുണ്ടോ? പേർഷ്യൻ എന്ന് എക്സാക്റ്റ് പറയാൻ സാധിക്കില്ല. പേർഷ്യൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസ് ഞാൻ കൂടുതലായിട്ടുള്ള AJ ആർബറി, R. നിക്കിൾസൺ ഒക്കെ അദ്ദേഹമൊക്കെ പരിഭാഷ ചെയ്ത വർക്കുകളാണ്, സൂഫി വർക്കുകളാണ് കൂടുതൽ ഞാൻ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇക്ബാലിൻ്റെ എഴുത്തുകളും അത് ഇംഗ്ലീഷിൻ്റെ. റൂമിയുടെ പുസ്തകങ്ങൾ വിവർത്തനം ചെയ്തിട്ടുണ്ടോ മുജീബ്? ഇല്ല, ഞാൻ വായിച്ചിട്ടേ ഉള്ളൂ. R. നിക്കിൾസൻ്റെ വളരെ. പക്ഷേ റൂമിയുടെ ചിന്തകൾ അല്ലെങ്കിൽ റൂമിയുടെ രചനകൾ സ്വാധീനിച്ചിട്ടുണ്ട്? തീർച്ചയായിട്ടും. ഞാൻ അവരുടെ എഴുത്തുകൾ അതേപടി നമ്മൾ എഴുതാറില്ല, അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കാൻ നടക്കാറില്ല. കാരണം അത്ര വലിയൊരു അറിവിൻ്റെ അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള കാഴ്ചപ്പാടിൻ്റെ വ്യക്തിയല്ല ഞാൻ. പക്ഷേ അവരുടെ സ്വാധീനം തീർച്ചയായും എൻ്റെ എഴുത്തിലൂടെ വരാറുണ്ട്. അവരുടെ അധ്യാപനങ്ങൾ ഞാൻ സ്വാംശീകരിക്കാനാണ് കൂടുതൽ ശ്രമിച്ചിട്ടുള്ളത്. അറബ് സാഹിത്യവുമായിട്ട് എങ്ങനെയാണ്? സാഹിത്യ ലോകത്ത് ഒരു പക്ഷേ അറബ് ഗ്രന്ഥങ്ങൾ നൽകിയ സംഭാവന മികച്ചതാണ്. അറബ് ഗ്രന്ഥകാരന്മാർ അല്ലെങ്കിൽ അറബ് സാഹിത്യകാരന്മാർ. എങ്ങനെയാണ് മുജീബ് അതിനെ നോക്കിക്കാണുന്നത്? അറബ് ലോകത്ത് ഇനിയും എഴുത്ത് വളരാനുണ്ട്. ഒരുപാട് സാഹിത്യ പ്രേമികളുള്ളത് ശരിയാണ്. പക്ഷേ അവിടുത്തെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഇപ്പോഴും അതിൻ്റെ വളരെ ശൈശവ പ്രായത്തിലാണ് ഉള്ളത്. പക്ഷെ അതിനൊരു പക്ഷേ സമകാലികമായ ഒരുപാട് പ്രതിസന്ധികൾ ഒരു പക്ഷേ നേരിടുന്നുണ്ടാവും. ഞാൻ ഒരു പക്ഷേ അതിൻ്റെ രാഷ്ട്രീയ മാനത്തെക്കുറിച്ചല്ല പറയുന്നത്, അതിൻ്റെ സാഹിത്യപരമായ ഒരു തലം ആ അർത്ഥത്തിൽ തീർച്ചയായും ഉണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് വലിയൊരു അന്താരാഷ്ട്ര പ്രൈസ് കിട്ടിയത് ഒമാനിലുള്ള ഒരു വനിതാ എഴുത്തുകാരിക്കാണ്. അതുപോലെ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് കാസിമിയുടെ മകൾ ഷെയ്ഖ് ബുദൂർ അൽ കാസിമി, അവർ ഈ പ്രസിദ്ധീകരണ ലോകത്ത് വലിയൊരു താരമാണ്, ഒരു ഇൻ്റർനാഷണൽ സ്റ്റാറാണ്. പിതാവിൻ്റെ വഴിയെ തന്നെ? അതെ, പിതാവിൻ്റെ വഴി തന്നെ. കൂടുതലും പബ്ലിഷിംഗ് ഫീൽഡിലേക്കാണ്. അപ്പോൾ സ്ത്രീകൾ ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ വിമൻ ഓണർഷിപ്പുള്ള ഒരു പബ്ലിഷിംഗ് അസോസിയേഷൻ, അങ്ങനെ ഒരു വേൾഡ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവരും എഴുത്തിനെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ലീഡറാണ്. ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ മലയാളികളായ ചിലരുടെയൊക്കെ ഗ്രന്ഥങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഷാർജ സുൽത്താനെ കുറിച്ച് തന്നെ അലാവുദ്ദീൻ ഹുദവിയുടെ പുസ്തകമൊക്കെ പ്രകാശനം ചെയ്ത് ഷാർജ ബുക്ക് ഫെയറിൽ വെച്ചായിരുന്നു. മുജീബിൻ്റെ പുസ്തകങ്ങളും ഷാർജ ബുക്ക് ഫെയറിൽ എപ്പോഴെങ്കിലും പ്രകാശനം ചെയ്തിട്ടുണ്ട്? ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ ഒരു പുസ്തകം പ്രകാശിക്കുന്നത് ഏത് മലയാളിയുടെയും ഒരു സ്വപ്നമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. കാരണം ലോകമെമ്പാടും എല്ലാ സാഹിത്യ പ്രേമികളും പ്രസാധകരെല്ലാം ഒന്നിച്ചു ചേരുന്ന ഒരു വലിയ മഹോത്സവമാണ്, സാഹിത്യ മഹോത്സവമാണ് ഷാർജ ബുക്ക് ഫെയർ. എനിക്ക് അള്ളാഹുവിൻ്റെ ഒരു സഹായം കൊണ്ട് എൻ്റെ 3-4 പുസ്തകങ്ങൾ ഷാർജ ബുക്ക് ഫെയറിൽ വെച്ച് പ്രകാശനം. അതെ. അപ്പോൾ അത് വലിയൊരു നമുക്കൊരു എനർജിയാണ്. മറ്റ് പുതിയ പുസ്തകങ്ങൾ എഴുതുവാനും അവരുള്ള പ്രത്യേകിച്ച് ബുക്ക് ഫെയർ അതോറിറ്റിയുടെയൊക്കെ വളരെ വിശാലമായ സഹകരണം നമുക്ക് ലഭിക്കാറുണ്ട്, എല്ലാ എഴുത്തുകാർക്കും ലഭിക്കുന്ന പോലെ തന്നെ. അപ്പോൾ അത് നമുക്ക് വലിയൊരു ഊർജ്ജമാണ്. ഈ jaihoon.com എന്നൊരു പക്ഷേ ഈ ഇൻ്റർനെറ്റ് മേഖല പരിചയപ്പെട്ടു തുടങ്ങിയ നമ്മുടെ തലമുറയിൽപ്പെട്ട ആളുകൾ ഒരു പക്ഷേ തുടക്കത്തിൽ കേൾക്കുന്ന ഒരു പേരാണ് www.jaihoon.com എന്നുള്ളത്. പ്രമുഖരുടെ പ്രഭാഷണങ്ങൾ മുജീബ് പരിചയപ്പെടുത്താറുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള അവരുടെ ജീവിതങ്ങളൊക്കെ പരിചയപ്പെടുത്താറുണ്ടായിരുന്നു. എന്താണ് അന്ന് തന്നെ അത്തരത്തിൽ ഒരു മേഖലയിലേക്ക് തിരിയാൻ കാരണം? അത് വിഷയം ഇൻ്റർനെറ്റ് ആയതുകൊണ്ടല്ല. ഞാൻ ഇൻ്റർനെറ്റിനെ വെറും ഒരു മാധ്യമമായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഒരു കേരളീയ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ എൻ്റെ രാജ്യത്തോടും എൻ്റെ സമൂഹത്തോടുമുള്ള എനിക്ക്
ഒരു അമിതമായുള്ള ഒരു സ്നേഹവും കൂറുമുണ്ട്. അത് ചിലപ്പോൾ പ്രവാസി ആയതുകൊണ്ടായിരിക്കാം. എന്നിരുന്നാലും ആ ഒരു സ്നേഹവും ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, ഒരു പേ ബാക്ക്, അത് ഈ ലോകമാധ്യമമായുള്ള ഇൻ്റർനെറ്റിലൂടെ എനിക്ക് നൽകാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമായിട്ട് കോളേജ് കാലത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള നല്ല ചരിത്ര വ്യക്തികളും അല്ലെങ്കിൽ സ്ഥലങ്ങൾ, ഇവിടെയുള്ള നല്ല സോഷ്യൽ ലീഡേഴ്സ്, ഇവരൊക്കെ ഒരു വേൾഡ് സ്റ്റേജിൽ നമുക്ക് അവതരിപ്പിക്കാനുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ കണ്ടത്. അപ്പോൾ അന്നത്തെ കാലത്ത് മൊബൈലിലോ അല്ലെങ്കിൽ PC-ലോ നമുക്ക് ഇൻ്റർനെറ്റ് ലഭിക്കാറില്ല. അപ്പോൾ കോളേജിൽ വളരെ തുച്ഛം കിട്ടിയിരുന്ന ഒരു മണിക്കൂർ, ദിവസത്തിൽ 1 മണിക്കൂർ കിട്ടിയിരുന്ന ഇൻ്റർനെറ്റ് ലാബിൽ എനിക്ക് കിട്ടിയിരുന്ന ആ സമയം ഞാൻ കേരളത്തിൻ്റെ പൈതൃകത്തെയാണ് ലോകത്തോട് പരിചയപ്പെടുത്താൻ ശ്രമിച്ചു. അന്ന് ഉണ്ടായിരുന്ന ഒരു ആക്സെപ്റ്റൻസ് ഒരു പക്ഷേ ഇന്ന് ഇൻ്റർനെറ്റിൻ്റെ സ്വഭാവം മാറിയിട്ടുണ്ട്, അതിൻ്റെ രീതികൾ മാറിയിട്ടുണ്ട്. പക്ഷേ jaihoon.com തുടങ്ങിയ കാലത്ത് വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതിനനുസരിച്ച് ജയ്ഹൂനിൽ മുജീബ് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ യാഥാർത്ഥ്യങ്ങളോട് കണ്ണടച്ചിട്ട് കാര്യമില്ല. നമ്മുടെ പൈതൃകത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഏറ്റവും പുതിയ മാർഗങ്ങളും അവലംബിച്ച് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് jaihoon.comൽ അതിൻ്റെ ഡിസൈനിലും അതിൻ്റെ ഗ്രാഫിക്സിലും അതിൻ്റെ ടെക്നോളജിയിലെല്ലാം നാം പീരിയോഡിക്കായിട്ട് മാറ്റങ്ങൾ വരുത്താറുണ്ട്. 20 വർഷമായിട്ട് ഞാൻ കൈവിടാത്ത ഒരു ഹോബിയാണ് jaihoon.com. അങ്ങനെയാണോ ജയ്ഹൂൺ TV-യിലേക്ക് വരുന്നത്? jaihoon TV എൻ്റേതായുള്ള കുറച്ച് യൂട്യൂബ് സെലക്റ്റഡ് വീഡിയോസ് ആയിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം നാം കസ്റ്റമൈസ്ഡുള്ള ചില ടോക്കുകളും അല്ലെങ്കിൽ ഇൻ്റർവ്യൂസുകളൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ ഉദ്ദേശം നമ്മുടെ ഭാരതീയ സംസ്കാരം, പൈതൃകത്തെ ലോക സ്റ്റേജിൽ അവതരിപ്പിക്കലായിരുന്നു. ഒരുപക്ഷെ ഈ ഇൻ്റർനെറ്റ് മേഖലയിൽ വായനക്ക് കൂടിയുള്ള അവസരങ്ങൾ വന്നതോടുകൂടി പ്രിൻ്റ് മീഡിയക്ക് വല്ലാത്ത തോതിലുള്ള ഇടിവ് സംഭവിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പുസ്തകങ്ങൾ വരുന്നു, ആളുകൾ വായനയിലേക്ക് പോകുന്നു, അതിൻ്റെ ആസ്വാദനം ഒന്ന് വേറെ തന്നെയാണ്. നമുക്കറിയാം. മുജീബിന് എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്? വായനക്കാർ കൂടുതലും ഇൻ്റർനെറ്റ് വഴിയാണോ അതല്ല പുസ്തകങ്ങൾ വഴിയാണോ മുജീബിനെ വായിക്കുന്നത്? ഇത് പല പുസ്തക പ്രേമികളും ചോദിക്കുന്ന ചോദ്യമാണ്. എനിക്കും അത് വലിയ ഒരു ഡിലമ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇന്നത്തെ നാം പ്രാക്ടിക്കലി പറയുകയാണെങ്കിൽ, വളരെ സത്യസന്ധമായിട്ട് കാര്യം വിലയിരുത്തുകയാണെങ്കിൽ, ഇന്നത്തെ സാഹിത്യം മിക്കതും ഫേസ്ബുക്ക് പോസ്റ്റിലും അല്ലെങ്കിൽ സ്റ്റാറ്റസ് അപ്ഡേറ്റുകളിലും ഒതുങ്ങിയിരിക്കുകയാണ്. സാഹിത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ വായിക്കുന്ന സംഭവം, അത് സ്റ്റാറ്റസിലൂടെയും അതേപോലെ പോസ്റ്റുകളിലൊക്കെ അതിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. എന്നിരുന്നാലും പുസ്തകങ്ങളുടെ ആ ഒരു സ്പേസ് ഇല്ലാതാകുന്നില്ല. നമ്മുടെ സ്റ്റാറ്റസ് അപ്ഡേറ്റുകളുടെ ഒരു ഇമ്പാക്റ്റ് അത് ആ ഹാഷ്ടാഗിൻ്റെ ആ കാലം മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയോടെ ആ ഒരു വിഷയം ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മാറിപ്പോകും. പക്ഷേ നൈമിഷികമായിരിക്കും, വളരെ നൈമിഷികമായിരിക്കും, വെരി മൊമെൻ്ററി. പക്ഷേ ഒരു ഇൻഫിനിറ്റ് എക്സ്പീരിയൻസിന് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യേണ്ടത് പുസ്തകത്തെയാണ്. അത് 2 അഭിപ്രായമില്ല. അപ്പോൾ പുസ്തകം തന്നെയാണ് അത്യന്തികമായിട്ട് മനുഷ്യൻ്റെ സാഹിത്യ കൂട്ടുകാരൻ. പുതിയതായി എഴുതുന്ന പുസ്തകം ഏതാണ്? ഞാൻ എൻ്റെ പ്രസംഗങ്ങളുടെ ഒരു ക്രോഡീകരണം ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ ഒരു പൊളിറ്റിക്കൽ ബയോഗ്രഫിയും മനസ്സിൽ കൊച്ചുകാലമായി കൊണ്ടു നടക്കുന്നുണ്ട്. അത് എഴുത്തിൻ്റെ ഒരു പ്രോസസ്സിലാണിപ്പോൾ. ശിഹാബ് തങ്ങളെക്കുറിച്ച് ഇംഗ്ലീഷിലേക്ക് പുസ്തകം എഴുതിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രത്യേകമായ അല്ലേ, എന്തായിരുന്നു ആ ഒരു അനുഭവം? സ്ലോഗൻസ് ഓഫ് ദ സ്റ്റേജ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഇത്രയും കാലം ഇറങ്ങിയ ശിഹാബ് തങ്ങൾ ബന്ധപ്പെട്ടുള്ള സാഹിത്യങ്ങളൊക്കെ ഒന്നിക്കൽ അനുസ്മരണങ്ങളും അല്ലെങ്കിൽ സോവനേഴ്സ് അല്ലെങ്കിൽ കോൺഫറൻസ് സപ്ലിമെൻ്റൊക്കെ ആയിരിക്കും. ഒരു പുസ്തകം എന്ന രൂപത്തിൽ ഇംഗ്ലീഷ് ഭാഷയിൽ തങ്ങളെക്കുറിച്ച് ആദ്യമായിട്ടാണ് ഒരു പുസ്തകം. എന്താ അതിൻ്റെ തീം എന്താണ്? എങ്ങനെയാണ്? ശിഹാബ് തങ്ങളുടെ ഉദ്ധരണികളാണോ, കൊട്ടേഷൻ? അതെ, 2-3 പ്രത്യേകതകളാണുള്ളത്. ഒന്ന്, ടു സ്റ്റാർട്ട് വിത്ത് അതിൻ്റെ ഫോർമാറ്റ് തന്നെയാണ്. അതൊരു സ്ക്വയർ ബുക്കാണ്, ഒരു കോഫി ടേബിൾ ബുക്കാണ്. അപ്പോൾ ഒരു കൺവെൻഷണൽ ബുക്ക് ഷെൽഫിൻ്റെ അല്ലെങ്കിൽ ഒരു ഷോപ്പിലെ ഷെൽഫിൽ വെക്കുന്ന ആ ഒരു രൂപത്തിലല്ല അത് ഇറക്കിയിട്ടുള്ളത്. സ്വഭാവത്തിന് തന്നെ വ്യത്യാസമുണ്ട്. രണ്ടാമതായിട്ട് അത് ഇലസ്ട്രേഷൻസ് കൂടിയുള്ള വളരെ ഒറിജിനൽ ക്രിയേറ്റിവിറ്റിയുമായിട്ടുള്ള ഷിയാസ് അഹമ്മദ് എന്ന ഒരു കാലിഗ്രാഫറുടെ ഡിസൈനറുടെ ഒരു വളരെ ഡീപ്പായിട്ടുള്ള ഒരു കൺസെപ്ഷലൈസേഷനാണ് അതിൽ ഇറങ്ങിയിട്ടുള്ളത്. അത് ചെയ്തിട്ടുള്ളത് തങ്ങളുടെ കൊട്ടേഷൻസ്, പ്രസ്താവനകളും മറ്റുള്ള ഒരു വലിയ ഒരു വിഷയത്തെ നമ്മൾ വളരെ ഷോർട്ടാക്കിയിട്ട് ഒരു പേജിൽ ജസ്റ്റ് ഒരു കൊട്ടേഷൻ, ഒരു ഡ്രോയിങ് വെച്ചുകൊണ്ടാണ് 5 വിഷയങ്ങളിലായിട്ട് പാണക്കാട് എന്ന P എടുത്തുകൊണ്ട് 5 വിഷയങ്ങൾ P വെച്ചുകൊണ്ട്, ഇപ്പോൾ പ്ലൂറലിസം, ഫിലോസഫി, പേഴ്സണാലിറ്റി, അങ്ങനെയുള്ള ഫിലോന്ത്രപ്പിയൊക്കെ അങ്ങനത്തെ വിഷയങ്ങളിൽ അടിസ്ഥാനമായിട്ട് 100 കൊട്ടേഷൻസ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളെല്ലാവർക്കും അറിയാം, എല്ലാവരും പറയുന്നതാണ് തങ്ങൾ മഹാനാണെന്ന്. പക്ഷേ തങ്ങളുടെ വീക്ഷണം, കാഴ്ചപ്പാട് എന്തായിരുന്നുള്ളത് ഡയറക്റ്റ് ഒരു റീഡറിന്, പ്രത്യേകിച്ച് ഒരു ഔട്ട്സൈഡ് കേരള ആളുകൾക്ക് അറിയാൻ സാധിക്കുന്നില്ല, നമുക്ക് അവതരിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ തങ്ങളുടെ കാഴ്ചപ്പാടുകളെ ഈ 100 കൊട്ടേഷൻസിലൂടെ, ഈ 100 കൊട്ടേഷൻസ് വായിച്ചാൽ തങ്ങളുടെ വീക്ഷണം എന്തായിരുന്നു,
വൈവിധ്യത്തെക്കുറിച്ച്, രാഷ്ട്രീയത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മറ്റ് പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്തായിരുന്നു വീക്ഷണം, അത് ഒരു നോൺ മലയാളിക്ക് പെട്ടെന്ന് ഗ്രഹിക്കാൻ സാധിക്കും. രണ്ടാം ഭാഗത്ത് കൊടുത്തുള്ളത് 99 കൊട്ടേഷൻസാണ്. ഞാൻ തങ്ങളെക്കുറിച്ച് എഴുതിയ, തങ്ങളുടെ സ്വഭാവവിശേഷങ്ങളെക്കുറിച്ച് എഴുതിയ 99 കൊട്ടേഷൻസ്. ആ എണ്ണം വളരെ മനഃപൂർവ്വം വെച്ചതാണ്. 100 കൊട്ടേഷൻസ് തങ്ങളതാണെങ്കിൽ നമ്മളെ കൊട്ടേഷൻ 99 മതി എന്നുള്ള ആ ഒരു ന്യൂമറിക്കൽ ഡിഗ്നിറ്റിയും കൂടി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ആ ഒരു പുസ്തകത്തിൽ. ആ പുസ്തകം ഒരു എന്താ പറയുക, അതിമനോഹരമായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു അംഗീകാരത്തിന് സാധിച്ചു. അത് എൻ്റെ കഴിവുകൊണ്ടായെന്ന് തോന്നുന്നില്ല. പക്ഷേ അത് ഒരുപാട് ലോക നേതാക്കൾക്ക്, മൻമോഹൻ സിംഗിന്, രാഹുൽ ഗാന്ധിക്ക്, UAE ടോളറൻസ് മിനിസ്റ്ററിന്, മറ്റ് US-ലുള്ള ഒരു ജൂയിഷ് ഇൻ്റർഫെയ്ത്ത് ആക്ടിവിസ്റ്റിന്, ഇവർക്കൊക്കെ കൈമാറാൻ സാധിച്ചിട്ടുണ്ട്. അവരൊക്കെ അതിനെ വളരെ സ്നേഹപൂർവ്വം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ജൂയിഷ് ആക്ടിവിസ്റ്റായുള്ള, മുസ്ലിം സമൂഹത്തിൽ വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ജൂയിഷ് ആക്ടിവിസ്റ്റാണ് ലീ വിയസ്മാൻ, US-ലുള്ളതാണ്. അവർ ആ പുസ്തകം കിട്ടിയ ശേഷം അതിൽ നിന്ന് തങ്ങളുടെ ഒരു കൊട്ടേഷൻ എടുത്ത് അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിൽ, അദ്ദേഹം ഒരു ട്വിറ്റർ ഫേമസ് സെലിബ്രിറ്റിയാണ്, ട്വിറ്ററിൽ കൊടുക്കുകയുണ്ടായി. അങ്ങനെ ഒരുപാട് വ്യക്തികൾ അതിനെ വളരെ സ്നേഹത്തോടെ സ്വീകരിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് തങ്ങൾ എന്ന വ്യക്തികൾ മാത്രമല്ല, നമ്മുടെ കേരളത്തിൻ്റെ ആ ഒരു മനോഹരമായുള്ള ഈ വൈവിധ്യം നിറഞ്ഞ ഒരു സമൂഹത്തിൻ്റെ ഒരു മെസ്സേജ് കൊടുക്കുന്ന സന്തോഷമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപക്ഷെ മലയാളികൾക്ക് ശിഹാബ് തങ്ങളെക്കുറിച്ച് ഏറെ അറിയാം. പക്ഷേ ഈ തരത്തിലുള്ള ഒരു പരിചയം മലയാളികൾക്കും ഉണ്ടായിക്കൊള്ളണമെന്നല്ല. അതിൻ്റെ ഒരു മലയാള വിവർത്തനം ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ മലയാളത്തിലേക്ക് അത് മുജീബിന് തന്നെ എഴുതാവുന്നതല്ലേ? ഈ റോസാപ്പൂവിനെ കുറിച്ച് നമ്മൾ ഉദ്യാനത്തോട് തന്നെ പറയുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ മലയാളികളോട് വീണ്ടും ഒരു വ്യത്യസ്തമായ രീതിയിലാണ്. ഇപ്പോൾ നേരത്തെ മുജീബ് തന്നെ പറയുകയുണ്ടായി, ഇതൊരു സാധാരണ നമ്മൾ കണ്ടുപരിചയിച്ച ശിഹാബ് തങ്ങൾ എത്രത്തോളം വ്യതിരിക്തനായിരുന്നു, അതുപോലെ തന്നെ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഗ്രന്ഥവും വ്യതിരിക്തമാണ്. ഒരു കോഫി ടേബിൾ ടൈപ്പ്, സാധാരണ നമ്മൾ ബുക്ക് ഷെൽഫിൽ കാണുന്ന രീതിയല്ല എന്നുള്ളത്. ആ അർത്ഥത്തിലാണ് ഞാൻ ചോദിച്ചത്. ഒരു പക്ഷേ മലയാളത്തിലേക്ക് കൂടി അതിൻ്റെ ഒരു സാധ്യതയുണ്ട്. ഞാൻ ആലോചിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു എളിയ അഭിപ്രായത്തിൽ മലയാളികൾ പോലും ആക്ച്വലി മുഴുവനായിട്ട് തങ്ങളെ മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ പലപ്പോഴും ഈ മഹാൻ അല്ലെങ്കിൽ മഹത്വം അതൊരു കർട്ടനായിട്ട്, ഒരു മറയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തങ്ങളെ മനസ്സിലാക്കുന്നത് തടസ്സമായിട്ടാണ് ഈ മഹത്വം പലപ്പോഴും ഒരു മതിൽ പോലെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. നമ്മൾ ആ മതിൽ പൊളിച്ച് വേണം നമുക്ക് തങ്ങളെ മനസ്സിലാക്കുവാൻ. ഒരു രാഷ്ട്രീയമായിട്ട് പക്ഷേ മുജീബിൻ്റെ ഈ പുസ്തകം ഉപകരിക്കുമെങ്കിൽ അത് മലയാളത്തിലേക്ക് കൂടി ആകാവുന്നതാണ്. തീർച്ചയായിട്ടും. ശരി, അടുത്ത പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ അടുത്ത പ്രോജക്റ്റിനെ കുറിച്ച് പറഞ്ഞു. പുസ്തകം എഴുതുന്നു. ജയ്ഹൂൺ TV, അതിൻ്റെ ഒരു രീതി എന്താണ്? ഇപ്പോൾ ഇതുപോലെ മലയാളികളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഭാരതീയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ പരിചയപ്പെടുത്തുക എന്നത് മാത്രമാണോ? ജയ്ഹൂൺ TVയിൽ നമ്മൾ സമൂഹത്തിൽ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളെ ഉയർത്തിക്കാട്ടുന്നുണ്ട്. ഉദാഹരണത്തിന് മുസ്ലിം സ്ത്രീ വിദ്യാഭ്യാസം നാട്ടിൽ നടക്കുന്നുണ്ട്, വളരെ വിശാലമായിട്ട് വനിതാ കോളേജിൽ നടക്കുന്നുണ്ട്. പക്ഷേ ദ സ്പേസ് ഫോർ എ മുസ്ലിം ലേഡി സ്കോളർ അത് നമ്മൾ ഗൗരവത്തിൽ എടുത്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്തൊരു ഇൻ്റർവ്യൂ ആയിരുന്നു ബിക്കമിങ് എ മലയാളി ഷേഖ. അപ്പോൾ സ്ത്രീകൾ സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രത്യേക സാഹചര്യമായുള്ള ചോദ്യങ്ങളും വിഷയങ്ങളും ഉണ്ട്. അത് ഒരു പുരുഷ ഒരു ഉലമാക്ക്, ഒരു മെയിൽ സ്കോളറിന് അത് എത്രത്തോളം കൈകാര്യം ചെയ്യപ്പെടുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് ബനാത്ത് കോളേജുകളുണ്ട് നാട്ടിൽ. പക്ഷേ ഇത്രയും കാലമായിട്ട് നമുക്ക് കേരളത്തിന് ഉയർത്തിക്കാട്ടാൻ പറ്റാവുന്ന ഒരു വനിതാ മുസ്ലിം പണ്ഡിത ഉണ്ടായിട്ടില്ല. സോ ദർ ഈസ് എ സ്പേസ് ഫോർ എ ലേഡി ഷേഖ. അപ്പം മറ്റ് രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ ഫത്വ കമ്മിറ്റിയിലൊക്കെ സ്ത്രീകൾ ഉണ്ടാവാറുണ്ട്. ഇവിടെ ഇല്ലെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ എനിക്ക് തോന്നുന്നു വി നീഡ് മോർ ലേഡീസ് സ്കോളേഴ്സ്. ശരി, മുജീബ് എഴുത്തിൽ സജീവമായതുപോലെ തന്നെ പ്രഭാഷണത്തിലും മുജീബിൻ്റെ സാന്നിധ്യമുണ്ട്. അഥവാ മോട്ടിവേഷൻ ക്ലാസ്സുകൾ, കോളേജുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. എന്താണ് അതിൻ്റെ ഒരു അനുഭവം? എനിക്ക് ക്യാമ്പസുകളുമായിട്ട് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. കാരണം നാളത്തെ ചിന്തകരും എഴുത്തുകാരും നേതാക്കളും ക്യാമ്പസിൽ നിന്ന് വരാൻ പോകുന്നു. ഒരു പൊതു പരിപാടിയിൽ നാം വിഷയത്തെ പറയുന്നതിനേക്കാൾ കൂടുതൽ എഫക്റ്റീവ് ആവുക ഒരു 25-50 കുട്ടികളുള്ള ഒരു ക്ലാസ് റൂമിലായിരിക്കും. ചില ചോദ്യങ്ങൾ അവിടെ മനസ്സിൽ പ്രസിച്ചിട്ട് ഞാൻ പോകാറാണ് പതിവ്. സൊല്യൂഷൻസ് കൊടുക്കാറില്ല. അത് അവർ കണ്ടെത്തുക. അപ്പോൾ ചോദ്യങ്ങൾ
ഉണ്ടാക്കാൻ സാധിച്ചാൽ എൻ്റെ ആ സംസാരം വിജയിച്ചു എന്നാണ് എൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഒരു പക്ഷേ നമ്മുടെ കാലത്ത് ചെറുപ്പക്കാർ നേരിടുന്ന ഒരു പ്രശ്നം. ഉത്തരങ്ങൾ മാത്രമാണ് അവർ കാണുന്നത്, ചോദ്യങ്ങൾ ഉണ്ടാവുന്നില്ല. നമ്മൾ ഈ സ്പൂൺ ഫീഡിങ് എഡ്യൂക്കേഷൻ ആണെന്ന് തെറ്റിദ്ധരിച്ച ഒരു കാലഘട്ടമാണത്. എല്ലാം റെഡിയായിട്ട് നമ്മൾ വായിലേക്ക് വെച്ച് കൊടുത്താലാണ് അത് വിദ്യാഭ്യാസമാവുന്നുള്ളൊരു ഇതുണ്ട്. ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്, പക്ഷേ അത് വേണ്ട മേഖലകളിലല്ല. രാഷ്ട്രീയ ചോദ്യങ്ങൾ മാത്രം പോരാ, നമുക്ക് സമൂഹപരമായിട്ടും മതപരമായിട്ടുമുള്ള ചോദ്യങ്ങൾ ഉയർത്തേണ്ടത് ആവശ്യമുണ്ട്. നാം സാമൂഹ്യ വ്യവസ്ഥയെ തകിടം മറിക്കാനല്ല ഉദ്ദേശിക്കുന്നത്, പക്ഷേ സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ട് ചില ചോദ്യങ്ങളായിരിക്കും ചിലപ്പോൾ ഇന്ന് കാണുന്ന നമ്മൾ കേരളം അനുഭവിക്കുന്ന പല സുഹൃത്തുക്കളും ഒരു കാലത്ത് ചില ആളുകൾ ചോദിച്ച ചോദ്യങ്ങളായിരുന്നു. അന്നത് പുതുമയുള്ളതായിരുന്നു, വിമർശിക്കേണ്ടതായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ അതിൻ്റെ ഒക്കെ ഒരു സുഖം അനുഭവിക്കുന്നവരാണ്. അപ്പോൾ നാളത്തെ തലമുറ അങ്ങനെ സൂക്ഷിക്കണമെന്നെങ്കിൽ ഇന്ന് ചില ചോദ്യങ്ങൾ നാം ചോദിച്ചേ പറ്റും. ഇന്നത്തെ തലമുറ ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് അത് ഉണ്ടാവുന്നില്ല എന്നാണ്. ക്യാമ്പസുകളിലൂടെയുള്ള യാത്ര എങ്ങനെയാണ് നമ്മുടെ തലമുറയെ മുജീബ് നിരീക്ഷിച്ചിട്ടുള്ളത്? പ്രതീക്ഷയുണ്ടോ അവരിൽ? പ്രതീക്ഷ തീർച്ചയായിട്ടും ഉണ്ട്. പ്രതീക്ഷ ഇല്ലെങ്കിൽ നമ്മൾ ആരും മെനക്കെടേണ്ട ആവശ്യമില്ലല്ലോ. പ്രതീക്ഷ ഉള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷേ ഈ ഇൻ്റർനെറ്റിൻ്റെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഈ സ്മാർട്ട് ഫോണുകളുടെ ഒരു അമിത പ്രയോഗം മനുഷ്യൻ്റെ ചിന്താശേഷിയെ, ബുദ്ധി വൈഭവത്തെ, അതിൻ്റെ വളർച്ചയൊക്കെ തളർത്തുന്നു എന്നൊക്കെയുള്ള നിരീക്ഷണങ്ങളുണ്ട്. ആ അർത്ഥത്തിൽ നമ്മുടെ കുട്ടികൾ ഇതിലേക്ക് കൂടുതൽ അഡിക്റ്റായി പോകുന്നു എന്നുള്ളത് ഒരു ആശങ്ക തന്നെയല്ലേ? പക്ഷേ ആ ആശങ്ക കുട്ടികളിൽ മാത്രമല്ല, ഇപ്പോൾ വീട്ടമ്മമാരിലും അല്ലെങ്കിൽ മറ്റ് പ്രായമുള്ളവരിലും. ഇപ്പോൾ സുബഹി നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളത് വീട്ടിലെ പല വല്യമാരും വാട്സാപ്പ് എടുത്തിട്ട് ഫോർവേഡ് ചെയ്യാറുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല ഈ അഡിക്ഷൻ പ്രോബ്ലം, അത് കാലത്തിൻ്റെ ഒരു പ്രശ്നമാണ്, കാലത്തിൻ്റെ പ്രശ്നമാണ്. അത് വല്യമാർക്കും വല്യപ്പാർക്കും. പക്ഷേ ഇതിനൊക്കെ നമുക്ക് അനുഗുണമായ വിധത്തിൽ പരിവർത്തിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്കറിയാം സോഷ്യൽ മീഡിയയെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്ന എത്രയോ ആളുകളുണ്ട്. ഇപ്പോൾ ജയ്ഹൂൻ തന്നെ അതിൻ്റെ വലിയൊരു ഉദാഹരണമാണ്. കാര്യം ഇൻ്റർനെറ്റിൻ്റെ ഒരു തുടക്കകാലത്ത് തന്നെ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ സമീപങ്ങളിൽ പ്രദേശങ്ങളിൽ ഇൻ്റർനെറ്റ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ജയ്ഹൂൻ നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്, അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കിടയിൽ. അപ്പോൾ ആ അർത്ഥത്തിൽ ഇതിനെ ഫലപ്രദമായി വിനിയോഗിക്കുന്നിടത്താണ് കാര്യം. മോഡറേറ്റ് ചെയ്യുന്നതിനേ പറ്റുള്ളൂ, നിയന്ത്രിക്കാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു പരിധിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. മുഴുവനായിട്ട് അത് എടുത്തു മാറ്റാൻ സാധിക്കില്ല. രണ്ടാമതായിട്ട് ഈ ഇൻ്റർനെറ്റിൻ്റെ അല്ലെങ്കിൽ ടെക്നോളജിയുടെ ഒരു ഭീഷണി പോലെ തന്നെയാണ് പ്രത്യേകിച്ച് തലമുറയിൽ ഉണ്ടാകുന്ന പുതിയൊരു എന്ന് വെച്ചാൽ ബ്രാൻഡ് ഒബ്സഷനാണ്. ചില പ്രത്യേക ഷൂ അല്ലെങ്കിൽ ഷർട്ട് അല്ലെങ്കിൽ വാച്ച് അല്ലെങ്കിൽ പ്രത്യേക ഒരു കാറ്, ഇതൊക്കെ ഉപയോഗിച്ചാലേ മനുഷ്യനാവുന്നുള്ള ഒരു തെറ്റിദ്ധാരണ നമ്മുടെ പുതിയ തലമുറയെ വേട്ടയാടുന്നുണ്ട്. അത് പഴയ തലമുറയ്ക്ക് ഇല്ലാത്ത സംഭവമാണ്. അപ്പോൾ ബ്രാൻഡ് ഒബ്സഷൻ നമ്മുടെ പുതിയ തലമുറയ്ക്ക് വലിയൊരു മാരകമായുള്ളൊരു ക്യാൻസറാണ്. അത് കുട്ടികളും പാരൻസും തമ്മിൽ, ഇല്ലെങ്കിൽ കുട്ടികളും സ്കൂൾ അതോറിറ്റിയും തമ്മിൽ, ഫ്രണ്ട്സ് തമ്മിൽ, ഇവർക്കിടയിൽ പുതിയ ഭിത്തികൾ ഉണ്ടാക്കുന്നുണ്ട്, പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ഒരുപാട് ക്ലാഷുകൾ സംഭവിക്കുന്നുണ്ട്. അതൊക്കെ ബന്ധങ്ങൾ ചാലഞ്ച് ചെയ്യപ്പെടുന്ന ഒരു അവസരമാണ്. എല്ലാ ബ്രാൻഡുകളും എല്ലാ ഭർത്താക്കന്മാർക്കും എല്ലാ അച്ഛന്മാർക്കും അഫോർഡ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ കുട്ടിയുടെ മനസ്സിൽ അത് അത്രയും സ്ട്രോങ് ആയിട്ട് പ്രതീക്ഷിക്കപ്പെടുമ്പോൾ അത് പുതിയ ഒരു വെല്ലുവിളി ഉയർത്തുകയാണ്. നമുക്ക് അവസാനിപ്പിക്കാറായിരിക്കുന്നു. എന്താണ് പ്രേക്ഷകരോടായിട്ട് മുജീബിന് പറയാനുള്ളത് അവസാനമായി? നമ്മുടെ പൈതൃകത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു ട്രഡീഷൻസിലേക്ക് തിരിച്ചു വരണം. നമ്മുടെ ഊർജം നമ്മുടെ സ്വന്തം പൈതൃകത്തിൽ നിന്നായിരിക്കണം. അന്യ സംസ്കാരങ്ങൾ, അന്യ കാഴ്ചപ്പാടുകൾ പലപ്പോഴും മനുഷ്യനെ നശിപ്പിക്കുകയാണ്. ഗ്ലോബലൈസേഷൻ കേൾക്കാൻ വളരെ സുഖമുള്ള സംഭവമാണ്, അത് ആവശ്യവുമാണ്. പക്ഷേ എല്ലാവർക്കും അവരവരുടെ അഡ്രസ്സ് വേണം. ഗ്ലോബലൈസേഷൻ എന്ന പേരിൽ നമ്മൾ ഒരു ഡോമിനൻ്റ് കൾച്ചറിനെ നമ്മളെ മേൽ സ്വയം അടിച്ചേൽപ്പിക്കരുത്. നമ്മുടെ കേരളീയ തനിമ, നമ്മുടെ ഭാരതീയ മൂല്യങ്ങൾ, ഇത് വളരെ പ്രധാനമാണ്. അത് തന്നെയാണ് നമ്മുടെ ഊർജ്ജം. ഐഡൻറ്റിറ്റിയും ഒരു വ്യക്തിയുടെ ഒരു എസൻസാണ്, അതുപോലെ തന്നെ ഒറിജിനാലിറ്റിയും. അപ്പോൾ ഈ ഐഡൻറ്റിറ്റിയും ഒറിജിനാലിറ്റിയും മനുഷ്യൻ മരണം വരെ വളരെ ദൈവിക മൂല്യങ്ങളായിട്ട് സൂക്ഷിക്കണം. വളരെ നന്ദി. ജയ്ഹൂൻ പോലെ തന്നെ മുജീബിൻ്റെ ചിന്തകളും ഒഴുകട്ടെ, എല്ലാ ഭാവുകങ്ങളും. താങ്ക് യു. മറ്റൊരു അതിഥിയുമായി അടുത്ത ആഴ്ച കൊണ്ടും കാണാം. നമസ്കാരം.